ഈ മാരേജ് എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തിങ് എങ്ങനെയാണ് ആത്മഹത്യയുടെ റീസൺ ആവുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ സൊസൈറ്റിയിൽ നല്ല സ്ത്രീകളും ഉണ്ട്, മോശം സ്ത്രീകളും ഉണ്ട്, നല്ല പുരുഷന്മാരും ഉണ്ട്, മോശം പുരുഷന്മാരും ഉണ്ട്. ഈ ഡൗറി എന്ന് പറയുന്ന ഒറ്റ ട്രഡീഷൻ കൊണ്ട് ഓരോ ദിവസവും നശിക്കുന്നത് ഒരുപാട് നിരപരാധികളായ പെൺകുട്ടികളുടെ ജീവിതമാണ്. അതുപോലെ തന്നെ ഈ അലിമണി മിസ്യൂസ് എന്ന് പറഞ്ഞൊരു കാര്യം, അലിമണി മിസ്യൂസ് എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ട് ഓരോ ദിവസവും നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആൺകുട്ടികളുടെ ജീവിതം തകർന്നു വീണുകൊണ്ടിരിക്കുക. ഇന്നൊരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് തൃശ്ശൂരിൽ. ആൻഡ് ആ കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു. ഈ ഓരോ പ്രാവശ്യം കല്യാണം കഴിഞ്ഞ് സൂയിസൈഡ് ചെയ്യുന്ന പെൺകുട്ടികളുടെ ന്യൂസ് വരുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമുണ്ട്: ഇതിനാണ് സൂയിസൈഡ് ചെയ്തത്, സൂയിസൈഡ് ചെയ്യാൻ കാണിച്ച ധൈര്യം മതിയല്ലോ ജീവിക്കാൻ, സ്വന്തം വീട്ടുകാർക്ക് പോയി അല്ലാതെ ആർക്ക് പോയി, അല്ലെങ്കിൽ നിനക്ക് പോയി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലോട്ട് വിട്ട് കഴിയുമ്പോൾ അവിടെ ചെന്നിട്ട് വിളിച്ച് പറയും, അമ്മ അച്ഛ അല്ലെങ്കിൽ ഉമ്മ അപ്പ എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഇവരെന്നെ ഉപദ്രവിക്കുന്നുണ്ട്, എനിക്കിവിടെ പറ്റുന്നില്ല, എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞു കഴിയുമ്പോൾ 90% പേരൻസും കൊടുക്കുന്ന റിപ്ലൈ ആണ്, മോളെ നീ ഇത് സഹിക്കണം, ഇങ്ങനെയാണ് മാരേജ് ലൈഫ്, ഇതൊക്കെ മാരേജ് ലൈഫിൻ്റെ ഭാഗമാണ്, കുറേയൊക്കെ സഹിച്ചും ശ്രമിച്ചും പോകണം, നീ ഇനിയിപ്പോൾ ഡിവോഴ്സായി വന്നു കഴിഞ്ഞാൽ നിൻ്റെ താഴെയുള്ള കുട്ടികളുടെ കാര്യം എന്താവും, നമ്മുടെ കുടുംബത്തിനെ പറ്റി ആൾക്കാർ എന്തോ ചിന്തിക്കും, നിന്റെ ഭാവി എങ്ങനാവും, ഇനി നിനക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ പറ്റി ആലോചിച്ച് നീ അവിടെ പിടിച്ചു നിൽക്കണം. ഇങ്ങനെ കേട്ട് കേട്ട് സ്വന്തം കുഞ്ഞിനെയും പെട്ട് കൊന്ന് ആത്മഹത്യ ചെയ്യുന്ന രീതിയിലോട്ട് എത്തിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇതിനകത്ത് ശരിക്കും ആരെയാ കുറ്റം പറയണ്ട? 18 വയസ്സ് കഴിയുമ്പോൾ തനിക്ക് കല്യാണം കഴിക്കേണ്ടെന്നൊരു കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കല്യാണം കഴിപ്പിക്കുന്ന പേരൻസിനെയാണോ പറയേണ്ടത്? അതോ ഇനി കല്യാണം കഴിച്ചു വിട്ട വീട്ടിലെ ആൾക്കാരെയാണോ പറയേണ്ടത്? ആരെയാണ് ഇതിനെ ബ്ലെയിം ചെയ്യേണ്ടത്? അതോ കല്യാണം കഴിച്ച ആ 2 വ്യക്തികളെയാണോ കുറ്റം പറയേണ്ടത്? ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. കാരണം അവിഹിതം എന്ന് പറഞ്ഞ ഒരു സാധനത്തിന് നോർമലൈസ് ചെയ്ത് സംസാരിക്കുന്ന ഇന്നത്തെ സൊസൈറ്റിയിൽ ഇതിനെപ്പറ്റി ഘോരഘോരം പ്രസംഗിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കാൻ പറ്റാത്ത സ്ത്രീകളുള്ള അതേ സൊസൈറ്റിയിൽ തന്നെയാണ് ഡിവോഴ്സ് ഒരു ബിസിനസ് ഡീലായിട്ട് എടുത്ത് അലിമണി മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരും ഉള്ളത്. ആൻഡ് ഈ അലിമണി മിസ്യൂസ് കാരണം ജീവൻ ഒടുക്കിയ ഒരുപാട് പുരുഷന്മാരും ഉണ്ട്. കല്യാണം കഴിക്കേണ്ട റൈറ്റ് ടൈം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ എന്ന റൈറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണെ കണ്ടുപിടിക്കുന്നോ അന്ന് നിങ്ങൾ കല്യാണം കഴിക്കുക. അത് ചിലപ്പോൾ 20s-ലായിരിക്കും, 30s-ലായിരിക്കും, 40s-ലായിരിക്കും, വാട്ട് എവർ ഇറ്റ് ഈസ്. എന്ന് റൈറ്റ് ആയിട്ടുള്ള ഒരാളെ കാണുന്നോ അന്ന് കല്യാണം കഴിക്കുക. ഇനി നിങ്ങൾ കല്യാണം കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബിക്കോസ് കല്യാണം കഴിച്ചിട്ട് ഇതുപോലെ സൂയിസൈഡും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് സിംഗിളായിട്ടിരിക്കുന്നതാണ്. പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് ആ പാർട്ട്ണറെ ചീറ്റ് ചെയ്യാതിരിക്കുക. Please, dowry kills the dignity and alimony misuse kills the justice. Choose people, not the price.